ഹായ് എല്ലാവർക്കും നുമിസ്മാറ്റിക്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്ന പാർട്ട് 5, അതായത് നമ്മുടെ കഴിഞ്ഞ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഞാൻ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ ആ ഒരു വീഡിയോയിലെ പാർട്ട് 5ാമത്തെ വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് പാർട്ട് 5ൽ എന്താണ് പരിചയപ്പെടുന്നതെന്ന് നോക്കാം. അപ്പോൾ പാർട്ട് 5ാമത്തെ വീഡിയോസിൽ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് തിരുവിതാംകൂർ, അതായത് എൻ്റെ ഫേവറേറ്റ് കളക്ഷനാണ് തിരുവിതാംകൂർ പോസ്റ്റ് കാർഡ് സ്റ്റാമ്പുകൾ. അപ്പോൾ എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്ത കുറച്ച് തിരുവിതാംകൂർ ഐറ്റംസ് ആണ്, നമ്മുടെ തിരുവിതാംകൂർ പോസ്റ്റ് കാർഡൊക്കെയാണ്. അപ്പോൾ ഞാനിപ്പോൾ പരിചയപ്പെടുത്തുന്നത് തിരുവിതാംകൂർ പോസ്റ്റ് കാർഡിൽ 16 കാർഡ് വരുന്ന, അതായത് 16 പോസ്റ്റ് കാർഡ് വരുന്ന ഒരു വാർപ്പഡാണ്. അപ്പോൾ ഈ ഒരു പോസ്റ്റ് കാർഡ്, അതായത് ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് ഇങ്ങനൊരു സെക്ഷനായിട്ട് കിട്ടുവാണെങ്കിൽ ഈ ഒരു സാധനം റയർ കാറ്റഗറി വരുന്ന ഐറ്റമാണ്. അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു പ്രൈസിന് ലഭിക്കുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നല്ലൊരു റയർ കാറ്റഗറി വരുന്ന കാർഡാണ്. ഈ ഒരു കാർഡ് സിംഗിളായിട്ട് വരുന്നെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ വില കുറവും. ഈ ഒരു കാർഡ് ഇങ്ങനെ ഒരു സെക്ഷനായിട്ട്, അതായത് നമുക്കിവിടെ നോക്കി മനസ്സിലാവും, ട്രാവൻകൂർ കൊച്ചിൻ ഗവൺമെൻറ് 16 പോസ്റ്റ് കാർഡ് AS5 PS4, അതായത് ഈ ഒരു AS5 PS4 എന്നുള്ള ഈ ഒരു കാർഡിൻ്റെ വിലയാണ്. അപ്പോൾ അതാണ് നമ്മളിവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇങ്ങനൊരു സെക്ഷനായിട്ടാണ് നമുക്ക് കിട്ടുവാണെങ്കിൽ തീർച്ചയായും ഈ ഒരു കാർഡിന് അത്യാവശ്യം മാർക്കറ്റിൽ നല്ലൊരു വില വരുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്ത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഈ ഒരു തിരുവിതാംകൂർ എന്നല്ല, കൊച്ചിൻ അഞ്ചലിൻ്റെ കോർട്ട് ഫീസ് സ്റ്റാമ്പ്സ് ആണ്. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് സാധനങ്ങളൊക്കെ ഞാൻ മേടിച്ചായിരുന്നു. എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്തൊക്കെയാണ്. അപ്പോൾ ഡിഫറെൻറ്റ് വെറൈറ്റിയിൽ വരുന്ന ഒരുപാട് സ്റ്റാമ്പുകളും പോസ്റ്റ് കാർഡൊക്കെ എനിക്ക് മേടിച്ചായിരുന്നു. ഇത് കൊച്ചിൻ അഞ്ചലിൻ്റെ പോസ്റ്റ് കോർട്ട് സ്റ്റാമ്പാണ്. ട്രാവൻകൂർ കൊച്ചിൻ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും, നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഈ ഒരു ഹോൾ വന്നിരിക്കുന്നത് ഇത് ക്യാൻസലേഷനാണ്, നമുക്കിവിടെ കൊടുത്തിരിക്കുന്നത് ക്യാൻസലേഷനാണ്. അപ്പോൾ ഇങ്ങനെ ഡിഫറെൻറ്റ് വെറൈറ്റിയിൽ വരുന്ന കുറച്ച് പോസ്റ്റ് കാർഡൊക്കെ എനിക്ക് കിട്ടിയായിരുന്നു. അപ്പോൾ ഈ ഒരു പോസ്റ്റ് കാർഡല്ല, ഡിഫറെൻറ്റ് ടൈപ്പിൽ വരുന്ന ക്വാർട്ടർ ഫീസ് സ്റ്റാമ്പൊക്കെ എനിക്ക് കിട്ടിയായിരുന്നു. അപ്പോൾ ഈ ഒരു സ്റ്റാമ്പിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആകുന്ന വീഡിയോ ഞാൻ എൻ്റെ ഒരു ചാനൽ വഴി അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഈ ഒരു എൻ്റെ ഒരു ചാനൽ തുടർന്നും കാണുക. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റാമ്പിനൊക്കെ അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു വില വരുന്ന ആ ഒരു കാറ്റഗറിയാണ്. ചില സ്റ്റാമ്പുകൾക്കൊക്കെ 50 രൂപ മുതൽ 150, 200 രൂപ വരെയൊക്കെ മാർക്കറ്റ് വാല്യൂ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് മേടിച്ച കുറച്ച് ബ്ലോക്ക് സ്റ്റാമ്പുകളുണ്ട്. അപ്പോൾ ഇത് കോമൺ ആയിട്ടുള്ള സ്റ്റാമ്പാണ്. അതുപോലെ തന്നെ തിരുവിതാംകൂറിൻ്റെ ഈ ഒരു സ്റ്റാമ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് നോക്കി മനസ്സിലാവും, കൊച്ചിൻ അഞ്ചലിൻ്റെ സ്റ്റാമ്പാണ്. അതായത് കൊച്ചിൻ അഞ്ചലിൻ്റെ 3 ഡിഫറെൻറ്റ് വെറൈറ്റി വരുന്ന സ്റ്റാമ്പാണ്. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റാമ്പ് അത്യാവശ്യം റയർ കാറ്റഗറി സ്റ്റാമ്പാണ്. അപ്പോൾ ഈ ഒരു സ്റ്റാമ്പിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അടങ്ങുന്ന വീഡിയോ ഞാൻ തുടർന്നും എൻ്റെ ഒരു ചാനൽ വഴി അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ എൻ്റെ ചാനൽ തുടർന്നും കാണുക. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് വെറൈറ്റിയിൽ നിന്ന് ഒരുപാട് സ്റ്റാമ്പൊക്കെ എനിക്ക് മേടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ തിരുവിതാംകൂറിൻ്റെ സ്റ്റാമ്പുകളാണ്, ഡിഫറെൻറ്റ് വെറൈറ്റിയിൽ വരുന്ന സ്റ്റാമ്പുകളാണ്. ചക്രം 1 എന്നറിയപ്പെടുന്ന സ്റ്റാമ്പാണ് നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ കാണുന്നത്. നമുക്കിവിടെ നോക്കി മനസ്സിലാവും, ചക്രം 1 എന്നുള്ളത് എഴുതിയിട്ടുണ്ടായിരിക്കും. അങ്ങനെ ഒരുപാട് സ്റ്റാമ്പൊക്കെ എനിക്ക് മേടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇതൊരു ബ്ലോക്ക് സ്റ്റാമ്പാണ്. നമ്മുടെ വെങ്കിട്ടരമണൻ, അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫേസോടുകൂടി വരുന്ന വെങ്കിട്ടരമണൻ്റെ 4 സ്റ്റാമ്പ് ഒരുമിച്ച് വരുന്ന ബ്ലോക്ക് സ്റ്റാമ്പാണ്. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റാമ്പ് തിരുവിതാംകൂറിൻ്റെ, അതായത് 1 അണ എന്നറിയപ്പെടുന്ന തിരുവിതാംകൂറിൻ്റെ സ്റ്റാമ്പാണ്. നമുക്കിവിടെ നോക്കി മനസ്സിലാവും. ഞാനൊന്നും ഓപ്പൺ ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് കവറിൽ നിന്ന് ഓപ്പൺ ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്തിടുന്നതാണ്. ഇനിയും ഈ ഒരു സ്റ്റാമ്പിൻ്റെ വീഡിയോസും ഡീറ്റെയിൽസ് അടങ്ങുന്നതൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് വെറൈറ്റിയിൽ വരുന്ന കുറച്ച് റയർ കാറ്റഗറി വരുന്ന പോസ്റ്റ് കാർഡൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഇത് തിരുവിതാംകൂർ കൊച്ചിൻ, ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് ട്രാവൻകൂർ ആൻഡ് കൊച്ചിൻ അഞ്ചലിൻ്റെ ആ ഒരു പോസ്റ്റ് കാർഡാണ്. അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു വില വരുന്ന പോസ്റ്റ് കാർഡാണ്. നല്ലൊരു മിൻറ്റ് കണ്ടീഷനാണ്. 4 പൈ സ്റ്റാമ്പാണ്. അപ്പോൾ ഈ ഒരു സ്റ്റാമ്പിൻ്റെ ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 400 രൂപ മുതൽ 900 രൂപ വരെ മാർക്കറ്റ് വാല്യൂ വരുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ നോക്കി മനസ്സിലാവും ഈ ഒരു പോസ്റ്റ് കാർഡ്. അപ്പോൾ ഈ ഒരു പോസ്റ്റ് കാർഡിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ അടുത്തടുത്ത വീഡിയോയിലൂടെ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ എൻ്റെ ഒരു ചാനൽ തുറന്നും കാണുക. അങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ എനിക്ക് മേടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആരും തന്നെ വിചാരിക്കരുത് ഞാൻ കളക്ഷൻ സ്റ്റോപ്പ് ചെയ്തിട്ടുള്ള കാര്യം. ഒരിക്കലും ഞാൻ കളക്ഷൻ സ്റ്റോപ്പ് ചെയ്യുന്നില്ല. ഇനിയും കളക്ഷൻ മുന്നിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് സാധനങ്ങളൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വന്നിട്ട് നമ്മുടെ ട്രാവൻകൂറിൻ്റെ കോർട്ട് ഫീസ് സ്റ്റാമ്പാണ്. ഡിഫറെൻറ്റ് വെറൈറ്റിയിൽ വരുന്ന സ്റ്റാമ്പ്സാണ്. അപ്പോൾ ഈ ഒരു സ്റ്റാമ്പിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ തുടർന്നുള്ള വീഡിയോസിലൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ കുറച്ച് സ്പെഷ്യൽ പോസ്റ്റ് കാർഡൊക്കെ എനിക്ക് മേടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ലൊരു വലിപ്പമുള്ള സ്പെഷ്യൽ പോസ്റ്റ് കാർഡാണ്. അപ്പോൾ ഈ ഒരു പോസ്റ്റ് കാർഡിനൊക്കെ ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു വിലയാണ് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഡിഫറെൻറ്റ് വെറൈറ്റിയിൽ വരുന്ന പോസ്റ്റ് കാർഡും അങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ ഞാൻ 5 പാർട്ട് വീഡിയോസ്, അതായത് പാർട്ടായിട്ടുള്ള 5 വീഡിയോസ് ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് സാധനങ്ങൾ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയുള്ള വീഡിയോസിൽ വരുന്നത് ഓരോരോ നാണയങ്ങളായാലും കറൻസി ആയാലും സ്റ്റാമ്പായാലും അതിനെക്കുറിച്ചുള്ള വാല്യൂം ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ തുടർന്നും കാണുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ തുടർന്നും എൻ്റെ ഒരു ചാനൽ കാണുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട്, അതായത് അടുത്ത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഏത് നാണയമായാലും ഏത് കറൻസി ആയാലും ഇനി ഒരു സ്റ്റാമ്പാണെങ്കിൽ പോലും അതിൻ്റെ വാല്യൂം ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളുമാണ് അടുത്തൊരു വീഡിയോയിലൂടെ ഞാൻ ഉൾക്കൊള്ളിക്കാൻ പോകുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ
ബൈ ബൈ.